സ്വാഗതം. അപ്പൊ അങ്ങനെ നമ്മുടെ റീൽസ് താരം ജുനൈദ് മരണപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാവരും അറിഞ്ഞ ഒരു ന്യൂസ് ആണ്. മഞ്ചേരി കാണിക്കുന്ന് മരത്താണി വളവ് റോഡരികിൽ രക്തം വാർന്നു കിടക്കുകയായിരുന്നു. എന്തായാലും കാഴ്ചയിൽ ആക്സിഡന്റ് ആയി തന്നെ തോന്നും. ആ റൂട്ട് വഴി പാസ് ചെയ്ത ബസ് ജീവനക്കാരാണ് ജുനൈദ് രക്തത്തിൽ വാർന്നു കിടക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ആളെ രക്ഷിക്കാനായില്ല. റോഡരികിലെ മൺകൂനയിൽ തട്ടി ആണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും പുള്ളിക്കാരന്റെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹവുമായി പല നടപടികളും ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ജുനൈദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് റീൽസിലൂടെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ജുനൈദ് ആദ്യമായി നമ്മുടെയൊക്കെ മനസ്സിടം പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോസഫ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടിന് ഡാൻസ് കളിച്ചുകൊണ്ടാണ്. വൻ ട്രോളുകളാണ് ഈ ഒരു ഡാൻസിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. പലരും പറയുന്നത് ഈ പാട്ട് കണ്ട് ഒരുപാട് പേര് കരഞ്ഞെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു പാട്ട് കേട്ടിട്ട് ചിരിക്കുന്നത്, അതും ഇങ്ങേരുടെ ഡാൻസ് കണ്ടിട്ടാണെന്നാണ്. അത് തന്നെയാണ് ഈ ഒരു ഡാൻസിനും പാട്ടിനും ട്രോളുകൾ ഏറ്റുവാങ്ങാൻ കാരണവും. ഒരുപാട് പേരാണ് ഈ ഒരു ഡാൻസിനെ ട്രോൾ ചെയ്തത്. ഏത് ചിരി വരാത്ത ഒരു വ്യക്തിയാണെങ്കിലും ആ ഒരു പാട്ടും ഡാൻസും കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു പോകും. അങ്ങനെ ഈ പാട്ട് കൊണ്ട് വൈറലായതോടുകൂടി ഇങ്ങേരെന്താക്കി, ഈ പാട്ട് പോലെയുള്ള കുറെ പാട്ടുകൾ എടുത്ത് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇങ്ങേര് ഇൻസ്റ്റാഗ്രാമിൽ കള പറഞ്ഞ് നീന്തി തുടങ്ങിയത്. അപ്പൊ ജുനൈദിന്റെ 1-2 റീൽസ് ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടുനോക്ക്. കാലം ചെറുപ്പം കോട്ടേറെ പിരിശത്താൽ ചെക്കനും പെണ്ണായി കാണിച്ചില്ലേ നമ്മൾ മഞ്ചാടിക്കാട്ടിലും ഇവളെന്നോട് ദുനിയാവിൽ നൂറ് ഇവളെന്നിൽ നൂറാൻ വിടരുന്നു പൂവാൻ ഈ കണ്ണുകൾ തേടുന്നു നിന്നെ ഈ നെഞ്ചിലെ. അപ്പൊ ഇങ്ങനെയൊക്കെ പുള്ളിക്കാരൻ ഓരോ റീൽസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നെഞ്ചിനകത്തൊരു പെടച്ചിലുണ്ടായിരുന്നു കേട്ടോ. കാര്യം നമ്മൾ ഒരുപാട് ട്രോളി ചിരിപ്പിച്ച ആളാണ്. അപ്പൊ ഈ ഒരു വാർത്ത ഞാൻ ആദ്യം കേട്ട സമയത്ത് പിന്നെ തമാശയായിരിക്കും, ആരെങ്കിലും വെറുതെ ഇട്ടിരിക്കുകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമെങ്കിൽ ഈ പുള്ളിക്കാരന്റെ ഡാൻസിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ട്രോളി നമ്മൾ ചിരിക്കുമെങ്കിലും പക്ഷെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു മരണപ്പെട്ടു എന്ന് കേട്ടപ്പോഴത്തേക്കും ശരിക്കും ഞെട്ടലോടെ തന്നെയാണ് ആ ഒരു വാർത്ത ഞാൻ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കായി പോയി. ഞാൻ പുള്ളിയുടെ സ്ഥിരം പ്രേക്ഷകരൊന്നും അല്ല, ഇത് ചുമ്മാ എപ്പോഴും കാണുന്ന ഒരു ഇതല്ല. പക്ഷെ എന്നാലും ഇടക്കിടക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് കണ്ട് ആസ്വദിക്കാറുണ്ടായിരുന്നു. ശരിക്കും ഞാനും ട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഞാൻ ഈ ഒരു വീഡിയോസ് എന്റെ ഹസ്ബൻഡിനോട് കാണിച്ചപ്പോൾ ഇത് എന്ത് ഇവന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഈ വീഡിയോസ് ഒക്കെ കണ്ട് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അങ്ങനെ ഉള്ള ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡിലൊക്കെ വെച്ചിട്ട് കാണുന്ന ഒരാൾ പെട്ടെന്ന് മരിക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. എന്തോ വല്ലാത്തൊരു ഫീല്. ശരിക്കും മരണപ്പെടുമ്പോൾ പുള്ളിക്കാരന്റെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 31 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു മകനുണ്ടെന്നാണ് കേൾക്കുന്നത്. ഭാര്യയെ കുറിച്ച് പ്രത്യേകിച്ച് അറിവുകളൊന്നുമില്ല. മിക്കവാറും ഡിവോഴ്സ് ആവാനാണ് സാധ്യത. പിന്നെ കുറച്ചു നാള് ജുനൈദ് ഗൾഫിലായിരുന്നു. ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി ജുനൈദിന്റെ മരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജുനൈദുമായി ബന്ധപ്പെട്ട ഈ റീസെന്റ് ഒരു വിവാദം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ആ ഒരു വിവാദത്തെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, എന്തിനാണ് ഇനി അതിന്റെ ഇത് പുറകെ പോയി കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്ന്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. കാരണം ഈ വിവാദം ഉണ്ടായിട്ട് അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല. കാരണം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പൊ ശരിക്കും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു വിവാദം ഉണ്ടായിട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് ഈ ഒരു മരണം കൂടി സംഭവിച്ചപ്പോ ഈ മരണത്തിന് അതിനകത്തോട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അതിനു വേണ്ടി കൂടെയാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാമെന്ന് പറയുന്നത്. എന്തായാലും 10 ദിവസം മുന്നേ ജുനൈദുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നായിരുന്നു, അതൊന്ന് കണ്ടുനോക്കാം. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ബ്ലോഗർ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി ചൊയ്ത്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വിപിൻ സി വിജയൻ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. വിപിൻ, പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നതാണ് കേസ്. എങ്ങനെയാണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ? ബ്ലോഗർ ജുനൈദാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 2 വർഷത്തോളം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ച വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറത്തെ ലോഡ്ജിലും മറ്റ് പല ഭാഗങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് മലപ്പുറം പോലീസിന്റെ അടുക്കൽ പെൺകുട്ടി പരാതിയുമായി എത്തുന്നത്. പോലീസിന്റെ അന്വേഷണ സമയത്ത് ഇവിടെ നിന്നും നാട്ടിൽ നിന്ന് കടന്നു കളയാനുള്ള ശ്രമം നടത്തി, വിദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലെ എയർപോർട്ടിന് പരിസരത്ത് വെച്ച ബ്ലോഗർ ജുനൈദിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി മലപ്പുറത്തെ കോടതിയിൽ
ഹാജരാക്കുകയും ചെയ്യും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. അപ്പൊ കേട്ടില്ലേ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന്, നഗ്ന ചിത്രങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പരാതികൾ. അപ്പൊ വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, 2 വർഷമായി ഈ പെൺകുട്ടിയെ ഓടി നടന്ന് എല്ലാ ലോഡ്ജിലും കയറ്റി പീഡിപ്പിക്കുമായിരുന്നു എന്നാണ് പരാതി വന്നിരിക്കുന്നത്. ഈ 2 വർഷമായിട്ടും പരാതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കുകയും ചെയ്തു. പെട്ടെന്നാണ് ഈ പുള്ളിക്കാരിക്ക് ബോധോദയം ഉണ്ടായി, എന്നെ പീഡിപ്പിക്കുവാണെന്നും പറഞ്ഞു. അങ്ങനെയാണ് പുള്ളിക്കാരി പോയി കേസ് കൊടുത്തത്. അങ്ങനെ കേസൊക്കെ ആയി ബാംഗ്ലൂരു വഴി കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ ബാംഗ്ലൂര് പോയി മലപ്പുറം പോലീസ് പിടികൂടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്തായാലും നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. എന്തായാലും ആളെ കസ്റ്റഡിയിലെടുത്ത് ഉടനെ തന്നെ ജാമ്യത്തിൽ വിട്ടു കേട്ടോ. ഒരുപക്ഷെ പുള്ളിക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ സമ്മതത്തോടു കൂടിയാണ് ഇവർ രണ്ടുപേരും ലോഡ്ജിൽ പോയതെന്നും ഈ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും പോലീസിന് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരനെ വെറുതെ വിട്ടത്. അതുകൊണ്ടാണല്ലോ ജാമ്യം കൊടുത്തത്. പുതിയൊരു നിയമം ഉണ്ടല്ലോ, 2 പേരുടെയും സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞ് ഇനി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറ്റകരമല്ലെന്നാണ് പറയുന്നത്. കാര്യം 2 പേരുടെയും സമ്മതത്തോടെയാണല്ലോ ഇത് നടന്നത്. അതുകൊണ്ട് പിന്നെ പരാതി കൊടുത്താൽ അതിന് വലിയ വാല്യൂ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് തോന്നുന്നത്. ഇനി അതല്ല, പെണ്ണ് സ്വമേധയാ കേസ് പിൻവലിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിലേതാണ് സത്യം എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഇങ്ങനെ ഒരു മൊബൈൽ ഷോപ്പിൽ കയറിയിട്ട് ഒരു വീഡിയോ ചെയ്യും. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം. മഞ്ചേരി ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ ഓരോ വർത്തമാനവും കാര്യങ്ങളും. ഈ എല്ലാം പിന്നെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കാൻ നിൽക്കരുത് ഒരു കാര്യത്തിലും. കാരണം വെച്ചാൽ എല്ലാം ഫേക്ക് ആണോ ശരിയാണോ, സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമാണോ ഇതൊന്നും തിരിച്ചറിയാതെ ഇത് നിലവിലുള്ളതാണോ ഒന്നും അറിയാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലർക്കും പറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ സംഭവത്തിൽ ചോദിച്ചിട്ടുണ്ടായ തെറ്റിദ്ധാരന്റെ പേരിൽ മാത്രമാണ്, അല്ല വേറൊന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇത് ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരു വീഡിയോ ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ഇത് ട്രോൾ ചെയ്യപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഒരു മൊബൈൽ ഷോപ്പിലാണ് ഉള്ളതെന്നും പറഞ്ഞ് മൊബൈൽ ഷോപ്പുകാരനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു മൊബൈൽ ഷോപ്പിലുള്ള ആ പയ്യന്റെ എക്സ്പ്രഷൻ ആണ് ഇവിടെ ട്രോള് വരാൻ കാരണം. നീ എന്തിനാണ് എന്നെ നോക്കി ഞാനാണ് ഇതിന്റെ ഓണർ എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നാണ് പുള്ളിക്കാരന്റെ മൈൻഡ്. ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ എക്സ്പ്രഷൻ. പിന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞാനൊരു മൊബൈൽ ഷോപ്പിലാണ്. ഏത് മൊബൈൽ ഷോപ്പിലാണെന്ന് പോലും പറയുന്നില്ല. ഞാനൊരു മൊബൈൽ ഷോപ്പിലാണ് ഇപ്പോൾ എന്ന് സ്വാഭാവികമായിട്ട് പറഞ്ഞു. അതും ട്രോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ട്രോളുകളിലെല്ലാം പുള്ളിക്കാരൻ നിറഞ്ഞു നിന്നപ്പോൾ അങ്ങനെ വീണ്ടും ഒരു എക്സ്പ്ലനേഷനുമായിട്ട് പുള്ളിക്കാരൻ വീണ്ടും രംഗത്ത് വന്നു. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം. പിന്നെ ഇപ്പോഴത്തെ വിവാഹത്തിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ ഇതിൽ അതിൽ പറഞ്ഞ സോഷ്യൽ മീഡിയ പോയി പരിചയപ്പെട്ടിരിക്കുന്ന രീതിയിൽ അതായത് ഞാൻ മാട്രിമോണി കൊടുത്തിട്ട് അങ്ങനെ പരിചയപ്പെട്ടത് അപ്പോ മാട്രിമോണി വഴിയാണ് ഇവര് പരിചയപ്പെട്ടതെന്നാണ് ഇവര് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷെ വാർത്തകളിൽ വന്നത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു എന്നതാണ്. അപ്പൊ വേറൊരു ഡൗട്ട് ഉണ്ട്, ഈ മാട്രിമോണി വഴി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം കല്യാണം കഴിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ മാട്രിമോണി വഴി പരിചയപ്പെട്ട ഈ പെൺകുട്ടിയായിട്ട് 2 വർഷത്തോളം കറങ്ങി നടന്നു, കുറെ ലോഡ്ജിലും പോയി കിടന്നു. മേ ബി പരസ്പരം മനസ്സിലാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് കേൾക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ജുനൈദിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോനും ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു മോനുള്ളപ്പോ തന്നെ മാട്രിമോണിയിൽ പ്രൊഫൈൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ പഴയ ആദ്യത്തെ മാരേജ് ഡിവോഴ്സ് തന്നെ ആയിരിക്കും. എന്തായാലും ബാക്കി കൂടെ കേട്ടോക്കാം. ഞങ്ങൾ തമ്മിൽ ബിസിനസ്പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ വിഷയത്തിൽ രണ്ടുപേരും അങ്ങോട്ട് ചെറുതായിട്ടുള്ള വിഷയം ഉണ്ടാക്കി ഞാൻ ഗൾഫിൽ പോകാൻ നേരത്ത് ഇത് അവളോട് പറയാത്ത ലെവലിലാണ് പോയി. അപ്പൊ അവളെ തെറ്റിദ്ധാരണ പേരിൽ അവിടെ കേസ് ഫയലായതാണ്. പിന്നെ അതിനുശേഷം പിന്നെ അവിടെ ഗൾഫിൽ ശേഷം വിളിച്ച് സംസാരിച്ച് അവർക്ക് തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഞാൻ ഇറങ്ങാൻ നിൽക്കെ പിന്നെ എങ്ങനെ ഒരു കേസ് നിലവിലുണ്ടെന്ന് ഓൾറെഡി അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഈ വന്നതിന് ശേഷം എന്നെ അവിടെ എന്നെ ഈ തിരിച്ചു വന്നപ്പോഴാണ് ഓക്കെ ആ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ജുനൈദ് ആ പെണ്ണിനോട് പറയാണ്ട് ഗൾഫിലേക്ക് പോവുകയും ആ പെണ്ണ് കൊണ്ടുപോയി കേസ് കൊടുത്തു. അങ്ങനെ കേസായി എന്നറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് പോലീസ് പിടിച്ചത്. പക്ഷേ വാർത്തകളിൽ പറയുന്നത് എന്താ, ബാംഗ്ലൂരു വഴി കടന്നു കളയാൻ ശ്രമിച്ച ജുനൈദിനെ അങ്ങനെയാണ് പോലീസുകാർ പോയി ജുനൈദിനെ പിടികൂടിയതെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇതിൽ ആര് പറയുന്നതാണ് സത്യമെന്ന് ദൈവം തമ്പുരാനെ തന്നെ അറിയാം. ബാക്കിയാണോ? അപ്പൊ തന്നെ ഒരു പബ്ലിസിറ്റി ആക്കിയുണ്ട്, അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവള് ഇവിടെ വന്നതിന് ശേഷം അവൾ കേസ് പിൻവലിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ തമ്മിൽ യാതൊരു കാര്യങ്ങളും ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ആണ്, അപ്പൊ എന്തെങ്കിലും പലതും പല ന്യൂസ് വ്യാജമായിട്ടുണ്ട്. അതായത് ഇതിലെല്ലാം അവിടെ ഇപ്പൊ ഞാൻ കാണാൻ നേരത്തെ സാഹസികമായിട്ട് പിടിച്ചില്ല പറഞ്ഞു, സാഹസികമായിട്ട് പിടിച്ചാണല്ലോ പറഞ്ഞു ഞങ്ങൾ റെക്കോർഡ് വിളിച്ച് പോകാൻ നിൽക്കവേ. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ രണ്ട് സത്യാവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ആ ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കേസും കാര്യങ്ങളെല്ലാം പിൻവലിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് കുത്തിപ്പൊക്കിയാണ്ട് നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ്
കുത്തിപ്പൊക്കാനും കുഴപ്പമില്ല. ഞങ്ങൾ തമ്മിലിപ്പോ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എന്റെ മകൻ വന്നുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ കടമയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. അപ്പൊ ഇത്ര വിവരങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ ഒരു വീഡിയോ ആണ് പുള്ളിക്കാരൻ അവസാനമായിട്ട് ചെയ്ത ലൈവ് വീഡിയോ. അപ്പൊ ജുനൈദ് അവസാനമായി പറഞ്ഞു വെക്കുന്നത് ജാമ്യം കിട്ടിയതല്ല, അവള് കേസ് പിൻവലിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കിപ്പുറം ജുനൈദ് മരണപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിൽ സംശയിക്കാതെ വയ്യ. ശരിക്കും ഇത് അപകട മരണമാണോ അല്ലെങ്കിൽ സ്വമേധയാ ജീവൻ ഒടുക്കിയതാണോ, ഇനി അപകടത്തിൽ പെടുത്തിയതാണോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ മനംനൊന്ത് ജീവൻ ഒടുക്കിയതാണെങ്കിൽ തന്നെ അത് അപകട മരണമായിട്ടേ കണക്കാക്കൂ. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരാനിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.